ഹായ്, ഉനൈസാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഞങ്ങളെന്തൊരു ഹോം ടൂർ വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഏത് ഭാഗത്തുള്ള ഹോം ടൂർ വീഡിയോ കാണിക്കുന്നത്? ഇത് നമ്മളെ മലപ്പുറം ടൗണിന് അടുത്തുള്ള, അതായത് മലപ്പുറം ടൗണിൽ ഒരു 4-5 കിലോമീറ്റർ പോയാൽ പെരിങ്ങോട്ടുപുരം, മുണ്ടക്കുളം, മുത്തൂർ പോയാലോ. അവിടെ പെരിങ്ങോട്ടിൽ വന്ന സ്ഥലത്താണ് നമ്മളെ സൈറ്റ് ഉള്ളത്. അതായത് എന്റെ നാട്ടിൽ തന്നെയാണ്. നമ്മുടെ സുഹൃത്തിന്റെ വീടും കൂടിയാണ്. അപ്പോ ഒരു GT മാർബിൾ വെച്ച വീട് അല്ലെ? വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ജസ്റ്റ് അതിനെ കുറിച്ചൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കേട്ടോ. കാരണം പല ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും എങ്ങനെയാണ് മാർബിൾ എടുക്കാൻ വരുന്നത്, അവരെങ്ങനെ നമ്മുടെ അടുത്ത് എത്തിപ്പെട്ടു എന്നുള്ളതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. ഇവരുടെ പേരെന്തായിരുന്നു? വീടിന്റെ ആളെ പേര് ഷബീർ എന്നാണ്. ഷബീർ. അവരെങ്ങനെ നമ്മുടെ അടുത്ത് എത്തിപ്പെട്ടു? ഇവരെന്താ നമ്മളെ അവരുടെ ഫാമിലിയിൽ അവരുടെ ജ്യേഷ്ഠന്റെ വീട്, വലിയ ജ്യേഷ്ഠന്റെ വീട് ഞാൻ ഗ്രാനൈറ്റ് എടുത്തായിരുന്നു. ആ സമയത്ത് ഗ്രാനൈറ്റിന്റെ ടൈമില് കുറച്ച് മുന്നെയാണ്. പിന്നെ നേരെ താഴെ ജ്യേഷ്ഠൻ, അതായത് നേരെ ജ്യേഷ്ഠന് സെക്യൂർ എന്ന് പറയും. ഇപ്പറ വീട് നമ്മള് മാർബിൾ ചെയ്തിരുന്നു. 10 വർഷമൊക്കെ ആയിണ്ടാവും. 10 വർഷം മുന്നേ. ഇവരുടെ പേര് ജലീൽക്കല്ലേ? അല്ല, ഷബീർ. അല്ല, ഈ വീടിന്റെ ഉടമസ്ഥന്റെ പേര് ഷബീർ ആണ്. എനിക്ക് ഷബീർ. ഓക്കെ. അപ്പോ ഞങ്ങൾ സുഹൃത്തും കൂടെ അല്ലേ? അപ്പൊ അങ്ങനെ ഇവര് കുറെ മുന്നേ കോണ്ടാക്ട് ചെയ്തിരുന്നതോ? നമ്മളെപ്പോഴും ബന്ധമുള്ള ആളാണ്. അപ്പൊ പിന്നെ വീടിന്റെ വർക്കിനായപ്പോ നമ്മളോട് ആദ്യം പറഞ്ഞിരുന്നു നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മള് വീഡിയോ ചാനലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അറിയോ? ചാനല് കാണേണ്ടത് സംഭവം കാണേണ്ടത് പറഞ്ഞു. നമ്മൾ ചാനല് കണ്ടെന്നുള്ളത് ഇത് മാത്രല്ല, പിന്നെ ഫാമിലി വർക്കുകളൊക്കെ നമ്മള് ചെയ്താണ്. വിശ്വാസത്തിന്റെ പുറത്ത് വന്നത് തന്നെയായിരിക്കും. മകന്റെ വീട് അങ്ങനെ നിങ്ങളായിരുന്നു അവരെ കോണ്ടാക്ട് ഡീൽ ചെയ്തിരുന്നത്? ഓക്കെ. അവരെ ഏത് മെറ്റീരിയൽ ആദ്യം ചൂസ് ചെയ്തിരുന്നത്? ഒരു മീഡിയം റേഞ്ചാണ് ആദ്യം ഉദ്ദേശിച്ചിട്ടുള്ളൂ. GT അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മീഡിയം റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാണ് നമ്മൾ നോക്കിയത്. ഏകദേശം GT എല്ലാ കല്ലുവേഷം ഇവിടെയുള്ള അന്ന് സ്റ്റോക്കുള്ളതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ളൊരു ഏകദേശം വലിയൊരു ലോട്ടായിരുന്നു. അപ്പോ GT വരുന്ന പാരഡൈസ് കാറ്റഗറി വരുന്ന മെറ്റീരിയൽ ആട്ടോ. അത് ഭംഗിയുള്ള ഡിസൈൻ അല്ലേ? അത് സിംഗിൾ സ്ലാബ് കണ്ടപ്പോ നമുക്ക് അത്ര ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും തിരിച്ചു കഴിഞ്ഞാൽ എല്ലാ പോളിഷും കഴിഞ്ഞപ്പോ നല്ല ഡിസൈൻ ആയിരുന്നു. അപ്പോ അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ശരിക്കും മനസ്സിലാവും. ഒരൊറ്റ സ്ലാബ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് അങ്ങനെ ഒരു ആ ഡിസൈനാണ് വരുന്നത് മനസ്സിലാവും അല്ലേ? ഇല്ല. അപ്പൊ ഞങ്ങൾ ഹോം ടൂർ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ ഇതിന് മുന്നേ ഒരു ക്ലോക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോക്സി റെസിൻ ആർട്ടിലെ ചില ക്ലോക്കിന് ആ വീടാണല്ലത്. ആ വീടാണ്. വീടിന്റെ ആളെ പെങ്ങളെ മകളാണ് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയുടെ സൈഡിൽ എനിക്ക് ശേഷം ഒരുപാട് അവരെ വിളിച്ചിരുന്നു. പിന്നെ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട്. ഓക്കെ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞാണ്ട് ആ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് ആൾക്കാരെ അല്ലേ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക്സ് പറയാം, അവരോട് താങ്ക്സ് പറയാം. എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു മാർബിൾ കൊണ്ടിരുന്നത്? ഇവിടെ നമ്മള് 1300 സ്ക്വയർ ഫീറ്റ് ആണ് മാർബിൾ എടുത്തിരുന്നത്. ഏകദേശം 75-80 സ്ക്വയർ ഫീറ്റോളം ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് 86 രൂപയോളം പണിക്കൂലി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു ആ വീട് കുറച്ച് അത്യാവശ്യം വലിയ സിറ്റ് ഔട്ട് ആണല്ലേ? സിറ്റ് ഔട്ട് L ടൈപ്പ് മോഡലാണ്. അതേപോലെ തന്നെ ചാരുപടിയൊക്കെ കൂട്ടിയിട്ടല്ലേ? ചാരുപടി. ഓക്കെ. അപ്പൊ ഡബിൾ ഒരുപാട് വന്നിട്ടുണ്ടോ? സ്റ്റെയർ കേസും അതുപോലെ തന്നെ സ്റ്റെപ്പ് കുറച്ച് വലുതാണ്. L ടൈപ്പ് മോഡലാണ്. അപ്പൊ അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഏകദേശം 86,000 രൂപ അല്ലെ? 86,000 രൂപയാണ് പണിക്കൂലി വന്നിട്ടുള്ളത്. അപ്പോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ശരിക്ക് ഇവര് അവരുടെ അഭിപ്രായം നമുക്ക് കിട്ടിയില്ല അല്ലേ? അതായത് നമ്മള് വീടെടുക്കാൻ ചോദിച്ചതാണ്. അപ്പൊ അവർക്ക് ഓപ്പണായി വന്നിട്ട് അഭിപ്രായമില്ല. നമ്മളോട് കാര്യങ്ങൾ പറയാനാ പറഞ്ഞത്. അപ്പോ അതിന്റെ ഏറ്റവും അടുത്ത അറിയുന്ന ആള് ഉമ്മർക്കാണ് വർക്ക് കൊടുത്തിരുന്നിട്ടോ. മൊത്തം സൂപ്പർവൈസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഉമ്മർക്കന്നായിരുന്നു. അപ്പൊ അതിന്റെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഉമ്മർക്കാണ് ചോദിച്ചു നോക്കണേ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. എല്ലാവർക്കും അവരുടെ ഫാമിലിയും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. അവരും പറഞ്ഞിട്ടോ അവർ ഇത്ര തന്നെ വൈനസ് പ്രതീക്ഷിച്ചില്ല ഒന്നും അല്ലേ? പ്രതീക്ഷിച്ചില്ല, അവരെന്നെ പ്രതീക്ഷിച്ചില്ല. അവര് കല്ല് കണ്ട് പർച്ചേസ് ചെയ്തു. നമ്മുടെ വിശ്വാസത്തിന്റെ പുറത്തൊരു കല്ല് കണ്ടെടുത്തു, വിരിച്ചു. നല്ല ഹാപ്പി ആയിട്ടുണ്ട് അവര്. അതിന്റെ ചെറിയ ഷോട്ടുകളൊക്കെ ഇട്ട സമയത്ത് തന്നെ ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ടൈപ്പിൽപ്പെട്ട മെറ്റീരിയൽ കിട്ടും ചോദിച്ചിട്ട്. പക്ഷെ ഇതിലൊക്കെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഒരു കല്ല് വന്നു കഴിഞ്ഞ് അത് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്ല് കിട്ടിക്കൊള്ളുന്നില്ലല്ലേ? കല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം അതുപോലെയുള്ള നമുക്ക് ഈ കല്ലിലോട്ട് ഏകദേശം ഒരു 900 സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റ് അടുത്തുണ്ടല്ലേ ഉണ്ട്. പക്ഷെ ഒരു ടീം ഇതിന്റെ ഷോട്ട് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ആവശ്യമാർക്ക് 2,500 സ്ക്വയർ ഫീറ്റോളം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഏകദേശം 2,500 സ്ക്വയർ ഫീറ്റോളം ആ കല്ല് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവര്.
അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞു തരാനുള്ളത് അല്ലെ. വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളിലേക്ക് കമന്റ് ആയിട്ട് ചോദിക്കട്ടോ. കാരണം ഇനി ഞങ്ങൾ ഒരു കുറച്ച് സെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അല്ലെ. ഫ്ലോറിങ്ങിനെ സംബന്ധിച്ച് പല ആൾക്കാർക്കും പല ആശങ്കകളാണ്. അതെ, ഇതിന് പിന്നെ മെറ്റീരിയൽ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് വേണ്ടത്, അതുപോലെ നമ്മൾ അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങള് പലർക്കും പല അറിവില്ലായ്മ കൊണ്ട് പലരും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഒരു കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കിട്ടുന്ന വിവരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം, നിങ്ങൾ സംശയങ്ങൾക്ക് മറുപടി ആയിട്ട് നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ഓരോ ട്യൂട്ടോറിയൽ വീഡിയോസ് പരമാവധി എല്ലാ സംശയങ്ങളും നമ്മളെ ഫോണൊക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞോളില്ല. പരമാവധി നമ്മൾ ശ്രമിക്കും. ഓക്കെ കേട്ടോ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ ഇതുപോലത്തെ മാർബിൾ സർക്കിൽ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് വിളിച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടും. അപ്പൊ ശരി, പുതിയൊരു വീഡിയോ കാണാം അല്ലേ.